ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ ടിപ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമിസ്ട്രിയിൽ നമ്മൾ +2 പോർഷനിലെ ചാപ്റ്റർ 2 സൊല്യൂഷൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് കോൺസെൻട്രേഷൻ ടേമുകളായിരുന്നു. ഫസ്റ്റ് നോക്കിയത് മാസ് പെർസെൻറ്റേജ്, സെക്കൻഡ് നമ്മൾ നോക്കിയത് വോളിയം പെർസെൻറ്റേജ് ആയിരുന്നു. അപ്പം അത് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ടേമിലേക്ക് പോകാം. ഓക്കെ, അപ്പം മാസ് പെർസെൻറ്റേജിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്. ഫൈൻഡ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് 6 gram ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ 50 gram ഓഫ് വാട്ടർ. അപ്പം മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻ്റ് എപ്പോഴും ചോദിക്കാറുള്ളത്, അതായത് ഒരു സൊല്യൂഷനിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് ചോദിക്കാറുള്ളത്. നമുക്കറിയാം മാസ് പെർസെൻറ്റേജ് ഓഫ് കമ്പോണൻറ്റ് ഓഫ് സൊല്യൂഷൻ ഇക്വേഷൻ എന്തായിരുന്നു? മാസ് ഓഫ് കമ്പോണൻറ്റ്, ഏത് കമ്പോണൻറ്റിൻ്റെയാണോ ചോദിച്ചാൽ ആ കമ്പോണൻറ്റ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇതായിരുന്നു ഇക്വേഷൻ. അപ്പം നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് 6 gram ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പം സോഡിയം ഹൈഡ്രോക്സൈഡും വാട്ടറും കൂടെ ചേർന്ന് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മാസ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ നമുക്കറിയാം. അപ്പം തന്നിട്ടുമുണ്ട് മാസ് ഓഫ് NaOH, കാരണം കണ്ടുപിടിക്കേണ്ടത് NaOHൻ്റെ മാസ് പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഈ മാസ് ഓഫ് കമ്പോണൻ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഏതാ? മാസ് ഓഫ് NaOH. അതെത്ര തന്നിട്ടുണ്ട്? 6 gram എന്ന്. ഇനി ടോട്ടൽ മാസ് ഓഫ് ദ കമ്പോണൻ്റ് നമുക്കറിയണം. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? സൊല്യൂഷനിലെ രണ്ട് കമ്പോണൻറ്റിൻ്റെയും മാസ് പ്ലസ് ചെയ്യണം. 6 gram-ഉം 50 gram വാട്ടറും അല്ലേ. അപ്പം 50 gram + 6 gram ഈക്വൽ 56 gram. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാം. അപ്പം എങ്ങനെ ഇരിക്കും? മാസ് പെർസെൻറ്റേജ് ഓഫ് NaOHൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് മാസ് പെർസെൻറ്റേജ് ഓഫ് NaOH ഈക്വൽസ് മാസ് ഓഫ് കമ്പോണൻറ്റ് എത്ര? 6 gram ബൈ ടോട്ടൽ മാസ് എത്ര? 56 gram ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10.7 സംതിങ് കിട്ടും, പെർസെൻറ്റേജ് കിട്ടും. അപ്പം NaOHൻ്റെ ആയതുകൊണ്ടാണ് നമ്മൾ എന്താ മാസ് ഓഫ് ദ കമ്പോണൻറ്റ് NaOHൻ്റെ എടുത്തത് 6 gram എന്ന്. ഇനി മാസ് ഓഫ് ദി വാട്ടർ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമ്മളിവിടെ 50 gram എടുക്കേണ്ട വന്നേനെ. 50 gram ബൈ 56 gram ഇൻറ്റു 100 അങ്ങനെ എടുക്കേണ്ട വന്നേനെ. ഇതിപ്പം മാസ് പെർസെൻറ്റേജ് ഓഫ് NaOH ആയതുകൊണ്ട് ആ കമ്പോണൻറ്റിൻ്റെ മാസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതായിരുന്നു മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ് കണ്ടുപിടിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു വോളിയം പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ കമ്പോണൻറ്റ്. വോളിയം പെർസെൻറ്റേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡിറ്റർമൈൻ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് സൊല്യൂഷൻ മെയ്ഡ് ബൈ കമ്പൈനിങ് 25 ml ഓഫ് എഥനോൾ വിത്ത് enough water to produce 200 milliliter of the solution. 25 ml എഥനോളും ഇനഫ് വാട്ടറും കൂടെ ചേർന്ന് 200 ml ഓഫ് സൊല്യൂഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദി കമ്പോണൻറ്റ് അല്ലെങ്കിൽ വോളിയം പെർസെൻറ്റേജ് ഓഫ് ദി കമ്പോണൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വോളിയം പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വോളിയം ഓഫ് ദി കമ്പോണൻറ്റ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. വോളിയം ഓഫ് കമ്പോണൻറ്റ് നമുക്കറിയാം, തന്നിട്ടുണ്ട് എത്ര? 25 ml ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, അതായത് 200 milliliter ഓഫ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ എത്ര? 200 ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ ഏകദേശം എല്ലാം കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം 12 സംതിങ് 12.5% എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് വോളിയം പെർസെൻറ്റേജ്, മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റും വോളിയം പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റും കണ്ടുപിടിക്കുന്ന വിധം, അതിൻ്റെ എക്സാമ്പിളും.
ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസിന് സിമ്പിൾ W ആൻഡ് വോളിയത്തിന് V. W by V. Another unit which is commonly used in medicine, small letter W ആകുമ്പോൾ ഓർക്കണം മാസ് ഓഫ് ദി സൊല്യൂട്ട് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് പറയുന്നുണ്ട്. അനദർ യൂണിറ്റ് വിച്ച് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ മെഡിസിൻ ആൻഡ് ഫാർമസീസ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഫാർമസിയിലും മെഡിസിനിലും ഒക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു കോൺസെൻട്രേഷൻ ടേമാണ് എന്ത്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. It is the mass of the solute dissolved in 100 ml of solution. 100 ml of solutionil dissolve ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മാസ്സാണ് എന്തെന്ന് പറയുന്നത്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവും. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുമ്പം അതിൻ്റെ ഇക്വേഷൻ മാസ് ബൈ പെർസെൻറ്റേജ് ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ഒരു സൊല്യൂഷൻ്റെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താ? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. അതായത് ഇപ്പം 1 ഗ്രാം സൊല്യൂട്ട് 100 ml സൊല്യൂഷനകത്ത് മിക്സ് ആക്കി ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ്റെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എത്രയായിരിക്കും? 1% ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം 40 ഗ്രാം ഉള്ളത് 600 ml വെള്ളത്തിനകത്ത് 40 ഗ്രാം സൊല്യൂട്ട് 600 ml സൊല്യൂഷൻ ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എത്രയായിരിക്കും? 40/600 × 100. അപ്പം ഏകദേശം 6 സംതിങ് കിട്ടും പെർസെൻറ്റേജ്. 6 പോയിൻറ്റ് സംതിങ് കിട്ടും. അപ്പം മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഇക്വേഷൻ ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നാലും തന്നെ ചെയ്യാൻ പറ്റും. ഇത് കോൺസെൻട്രേഷൻ ടേമാണ് പാർട്സ് പെർ മില്യൺ. വെൻ എ സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് ഇൻ ട്രേസ് ക്വാണ്ടിറ്റീസ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഇൻ പാർട്സ് പെർ മില്യൺ. അതായത് സൊല്യൂട്ടിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ, ഭയങ്കര ട്രേസ് എമൗണ്ടിൽ മാത്രമേ ഉള്ളെങ്കിൽ നമുക്കെന്താ കോൺസെൻട്രേഷനെ നമുക്ക് എങ്ങനെ പറയാം? സൊല്യൂട്ടിൻ്റെ അളവനുസരിച്ചാണല്ലോ കോൺസെൻട്രേഷൻ. അപ്പോൾ ആ സൊല്യൂട്ട് തന്നെ കുറവാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ടേമിനെ എന്തിൻ്റെ ബേസിൽ പറയാം? പാർട്സ് പെർ മില്യൺ കോൺസെൻട്രേഷൻ ടേമിൽ പറയാം. ആൻഡ് പാർട്സ് പെർ മില്യൺ ppm ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണൻറ്റ്. എത്ര കമ്പോണൻറ്റിൻ്റെ എത്ര പാർട്സ് ഉണ്ട്, കുറവായിരിക്കുമല്ലോ, അപ്പോൾ നമ്പർ നമുക്ക് എണ്ണാൻ പറ്റും. നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കമ്പോണൻറ്റ് ഓഫ് ദ സൊല്യൂഷൻ. എല്ലാ കമ്പോണൻറ്റിൻ്റെയും എത്ര പാർട്സ് ഉണ്ടോ അത്രയും ടോട്ടൽ ഇൻറ്റു 10⁶. അതാണ് പാർട്സ് പെർ മില്യൻ്റെ ഇക്വേഷൻ. അത് പഠിച്ചു വെച്ചാൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ആഡ് ചെയ്തിട്ട് ഇതിട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ആസ് ഇൻ ദി കേസ് ഓഫ് പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ഇൻ പാർട്സ് പെർ മില്യൺ ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് മാസ് ടു മാസ്, വോളിയം ടു വോളിയം ആൻഡ് മാസ് ടു വോളിയം. അതായത് പാർട്സ് പെർ മില്യണിൽ തന്നിരിക്കുന്ന കോൺസെൻട്രേഷനെ വരെ നമുക്ക് എങ്ങനെ എഴുതാം? പെർസെൻറ്റേജിൽ എഴുതാം. മാസ് ടു മാസ്, വോളിയം ടു മാസ്, മാസ് ടു വോളിയം പെർസെൻറ്റേജിൽ എഴുതാം. A liter of sea water which weighs 10,300 gram contain about 6 × 10⁻³ gram of dissolved oxygen. അതായത് 1 ലിറ്റർ സീ വാട്ടർ എടുത്താൽ ഏകദേശം അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 6 × 10⁻³ gram ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ് ആ കടലിലെ വെള്ളത്തിൽ. സച്ച് എ സ്മോൾ കോൺസെൻട്രേഷൻ ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ് ആസ് 5.8 gram per 10⁻⁶ gram. പാർട്സ് പെർ മില്യണിൽ അത്രയും ചെറിയ ഒരു ട്രേസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ്റെ, ഒരു സീ വാട്ടറിൽ ട്രേസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ അത്രയും വരെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്? പാർട്സ് പെർ മില്യണിൽ 5.8 gram per 10⁻⁶ gram എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 5.8 ppm എന്ന് പറയാൻ പറ്റും. The concentration of pollutants in water or atmosphere is often expressed in terms of microgram per milliliter or ppm. ppm പാർട്സ് പെർ മില്യൺ എപ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? വെള്ളത്തിലോ അറ്റ്മോസ്ഫിയറിലോ ഒക്കെ പൊല്യൂട്ടൻസിൻ്റെ അളവ്. പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ വളരെ കുറവായിരിക്കും അല്ലേ? അപ്പം അവരുടെയൊക്കെ അളവ് ട്രേസ് എമൗണ്ട് മാത്രമായിരിക്കും
എന്താ ട്രേസ് എമൗണ്ടിൽ ഉള്ളവരുടെ കോൺസെൻട്രേഷൻസ് ആണ് നമ്മൾ പാർട്സ് പെർ മില്യൺ പറയുന്നത്. അപ്പം വെള്ളത്തിലും അറ്റ്മോസ്ഫിയറിലും ഒക്കെ പൊല്യൂട്ടൻസ് ഉണ്ടെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഒന്നെങ്കിൽ മൈക്രോഗ്രാം പെർ മില്ലി ലിറ്റർ പറയും, അല്ലെങ്കിൽ ppmലും പറയാറുണ്ട്. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ടേമാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഒന്നും കൂടി നോക്കാം. കോമൺലി യൂസ്ഡ് സിമ്പിൾ ഫോർ മോൾ ഫ്രാക്ഷൻ ഈസ് കൈ ആൻഡ് സബ്സ്ക്രിപ്റ്റ് യൂസ്ഡ് ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് കൈ ഡിനോട്ട് ദ കമ്പോണൻറ്റ്. അതായത് മോൾ ഫ്രാക്ഷൻ സാധാ ഡിനോട്ട് ചെയ്യുന്ന കൈ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. കൈയുടെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് കമ്പോണൻറ്റ്. അപ്പം എയുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? കൈ എ എന്ന് എഴുതും. ബി കമ്പോണൻറ്റ് ബി, അതായത് 2 കമ്പോണൻ്റ് ആണെങ്കിൽ എയും ബിയും മാത്രമേ നമ്മൾ കമ്പോണൻസിന് പേര് വിളിക്കത്തുള്ളൂ. 2 കൂടുതലാണെങ്കിൽ എ ഉണ്ടും ബി കാണും സി കാണും. എങ്ങനെയാണെങ്കിലും ഏത് കമ്പോണൻറ്റിൻ്റെ ആണോ മോൾ ഫ്രാക്ഷൻ പറയുന്നത് എങ്ങനെയായിരിക്കും പറയുന്നത്? കൈ എ, കൈ ബി, കൈ സി, അങ്ങനെ പോകും. അല്ലെങ്കിൽ കൈ 1, കൈ 2. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 2 ആണെങ്കിൽ നമ്മൾ കൈ 2 എന്ന് എഴുതും. മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 1 ആണെങ്കിൽ 1 എഴുതും. നമ്മൾ പഠിക്കുന്ന സൊല്യൂഷനിലൊക്കെ 2 കമ്പോണൻ്റ് ഉള്ളതാണ്. അതായത് ഒരു സൊല്യൂട്ടും സോൾവെൻറ്റും മാത്രമുള്ള സൊല്യൂഷൻസാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയേ കാണത്തുള്ളൂ? കൈ 1 അല്ലെങ്കിൽ കൈ എ, കൈ 2 ഓർ കൈ ബി. സൊല്യൂട്ടാണ് കൈ 1 എങ്കിൽ സോൾവെൻറ്റ് 2 ആയിരിക്കും. അല്ലെങ്കിൽ സൊല്യൂട്ടിനെ നമ്മൾ എ എന്ന് വിളിക്കും. അങ്ങനെയാണ് സോൾവെൻറ്റ് ബി. സോൾവെൻറ്റിനെ ബി എന്നാണ് വിളിക്കുന്നതെങ്കിൽ സൊല്യൂട്ട് എ. അപ്പം ഒന്നെങ്കിൽ കൈ 1 കൈ 2 എന്ന് പറയും, അല്ലെങ്കിൽ കൈ എ കൈ ബി. മോൾ ഫ്രാക്ഷൻ ഏത് കമ്പോണൻറ്റിൻ്റെയാണോ, ഒരു കമ്പോണൻറ്റിൻ്റെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണൻറ്റ് ഈക്വൽസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണൻറ്റ്. നമ്പർ ഓഫ് മോൾസ്, ഒരു കമ്പോണൻറ്റിൻ്റെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടോ അതേ ബൈ എത്ര കമ്പോണൻറ്റ് ഉണ്ടോ അതിൻ്റെ എല്ലാ നമ്പർ ഓഫ് മോൾസ്. അതായത് ഇപ്പം സൊല്യൂട്ടിൻ്റെ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്. 2 കമ്പോണൻറ്റ് ഉള്ളതായിരിക്കുമല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പം NA പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ്, പിന്നെ നമ്പർ ഓഫ് മോൾസ് സെക്കൻഡ് കമ്പോണൻറ്റ്, എന്നാലല്ലേ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. എ എന്ന് പറയുന്നത് കമ്പോണൻറ്റിൻ്റെയാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി, അത് ചെയ്യണം. ഇനി രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിലോ, കൈ ബി ആണെങ്കിലോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ചെയ്യണം. ഇതാണ് ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ, നേരിട്ട് എക്സാമ്പിളും പറയാം. അവർ തന്നിരിക്കുന്ന ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ എ ബൈനറി മിക്സ്ചർ, അതായത് 2 കമ്പോണൻ്റ് ഉള്ള മിക്സ്ചറിൽ ഇഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ആൻഡ് ബി ആർ NA ആൻഡ് NB റെസ്പെക്റ്റീവ്ലി, അങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ വിൽ ബി ഇങ്ങനെ ഇരിക്കും. ഇനിയും മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആയിരുന്നെങ്കിലോ ഈ എയുടെ സ്ഥാനത്തൊക്കെ ബിയും ബിയുടെ സ്ഥാനത്തെല്ലാം എയും കൊടുക്കണം. ഫോർ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് I നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ്, അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കമ്പോണൻറ്റ്, ഒരുപാട് കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ വി ഹാവ് കൈ 1 കൈ എ ഈസ് ഈക്വൽ ടു, ഒരുപാട് കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതും? ഇതാണ് ഇക്വേഷൻ. പക്ഷെ നമുക്ക് എന്തേ ഉള്ളൂ, 2 കമ്പോണൻറ്റ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്താ, നമ്പർ ഓഫ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ദ കമ്പോണൻസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ് ചെയ്യേണ്ടി വരും. ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2.6. പക്ഷെ നമുക്ക് ആവശ്യം 2.5 ആണ്. കൈ എ വരുന്നതും കൈ ബി വരുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പഠിച്ചാൽ മതി. It can be shown that in a given solution sum of all the mole fraction is unity. അതും ഓർത്തിരിക്കണം.
ഒരു സൊല്യൂഷനകത്ത് എല്ലാ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. നമുക്ക് 2 കമ്പോണൻ്റ് അല്ലേ ഉള്ളൂ. അതായത് Chi1 + Chi2 ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും. അല്ലെങ്കിൽ Chi_A + Chi_B ഈസ് ഈക്വൽ ടു 1. Chi_A_B നമ്പർ ഒന്നുകിൽ A എന്നും B എന്നും കമ്പോണൻറ്റിനെ വിളിക്കാം, അല്ലെങ്കിൽ 1 എന്നും 2 എന്നും വിളിക്കാം. അതുകൊണ്ട് ഒന്നുകിൽ Chi1 + Chi2 ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ Chi_A + Chi_B ഈസ് ഈക്വൽ ടു 1 എന്ന് യൂണിറ്റി ആയിരിക്കും, അതായത് 1 ആയിരിക്കും. അപ്പം നമുക്കിപ്പം Chi1 അറിയാമെങ്കിൽ നമുക്ക് Chi2 പെട്ടെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? Chi1 അറിയാമെങ്കിൽ നമുക്ക് Chi2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1 - Chi1 എന്ന് എഴുതാം. അതായത് Chi1 + Chi2 1 ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കണ്ടോ? ഇറ്റ് ക്യാൻ ബി ഷോൺ ഈ ഇക്വേഷൻ. എത്ര കമ്പോണൻ്റ് ഉണ്ടോ അത്രയും. നമുക്ക് 2 കമ്പോണൻ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ Chi1 ഉം Chi2 ഉം മാത്രം എഴുതിയത്. Chi1 + Chi2 ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇപ്പം Chi2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയെങ്കിൽ Chi1 പെട്ടെന്ന് എങ്ങനെ എഴുതാം? Chi1 ഈസ് ഈക്വൽ ടു 1 - Chi2 എന്ന് എഴുതാം. അല്ലെങ്കിൽ Chi2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1 - Chi1 എന്ന് എഴുതി അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒരെണ്ണത്തിൻ്റെ പക്ഷേ ആൻസർ നമുക്ക് ആദ്യം കിട്ടിയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. Mole fraction unit is very useful in relating some physical properties of solutions, say vapor pressure with the concentration of solution, and quite useful in describe the calculation involving gas mixtures. എവിടേക്ക് അതിൻ്റെ യൂസ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? വേപ്പർ പ്രഷർ വരുന്ന കോൺസെൻട്രേഷൻ പറയുന്നതിൽ, അതുപോലെ തന്നെ ഗ്യാസ് മിക്സ്ചേഴ്സിൻ്റെയൊക്കെ കാൽക്കുലേഷനിൽ മോൾ ഫ്രാക്ഷൻ പറയാറുണ്ട്. കാരണം നമ്പർ ഓഫ് മോൾസ് വരുന്നിടത്ത് മോൾ ഫ്രാക്ഷൻ ഉപയോഗിക്കാറുണ്ട്. നമ്പർ ഓഫ് മോൾസിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമല്ലോ. ഗിവൺ മാസ് ബൈ, ക്വസ്റ്റ്യനിൽ ഒരു മാസ് തരും, ആ മാസ് ബൈ മോളാർ മാസാണ് നമ്പർ ഓഫ് മോൾസ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മോൾ ഫ്രാക്ഷൻ്റെ സോൾഡ് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ 2.1. കാൽക്കുലേറ്റ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് എഥിലിൻ ഗ്ലൈക്കോൾ. എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ formula C2H6O2 in a solution containing 20% of C2H6O2 by mass. എത്തിലിൻ ഗ്ലൈക്കോളിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ അതിനകത്ത് അതിൻ്റെ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 20%. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Assume that we have 100 gram of solution. One can start with any amount of solution because the result obtained will be same. എത്ര ഗ്രാം ഓഫ് സൊല്യൂഷൻ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് 100 gram ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ വിൽ കണ്ടെയ്ൻ 20 gram ഓഫ് എഥിലിൻ ഗ്ലൈക്കോൾ ആൻഡ് 80 gram ഓഫ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് 20% ഓഫ് എഥിലിൻ ഗ്ലൈക്കോൾ ബൈ മാസ് എന്നാണ്. അങ്ങനെ ബൈ മാസ് പെർസെൻറ്റേജ് വരുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലായി എത്ര എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ മാസ് എത്ര എന്ന് മനസ്സിലായി. എത്രയാ? 20 gram. വെള്ളത്തിൻ്റെ മാസ് 80 gram ആണെന്ന് മനസ്സിലായി. ഇനിയും മോളാർ മാസ് കണ്ടുപിടിക്കണം. അതായത് അവരുടെ ആ ഫോർമുലയുടെ മാസാണ് മോളാർ മാസ്. മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. എത്ര ആറ്റങ്ങളുണ്ടോ അത് ഇൻറ്റു അതിൻ്റെ അറ്റമിക് മാസ് ചെയ്യുമ്പം അങ്ങനെ ടോട്ടൽ ഇപ്പം കാർബൺ 12 ആണ് അതിൻ്റെ അറ്റമിക് മാസ്, ഇൻറ്റു 2 ആണ് ചെയ്യേണ്ടത്. പ്ലസ് ഹൈഡ്രജൻ്റെ 1 ആണ്, 6 എണ്ണം ഉണ്ട്, 6 അതുകൊണ്ട് ഇൻറ്റു 6 ചെയ്തു. പിന്നെ പ്ലസ് ഓക്സിജൻ്റെ 16 ആണ്, അത് 2 എണ്ണം ഉണ്ട്, അപ്പം ഇൻറ്റു 2 ചെയ്യണം. അങ്ങനെ 62 gram/mol ആണ് മോളാർ മാസ്. അപ്പം എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ മോളാർ മാസ് കിട്ടി. ഇനി നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കണം. മോളാർ മാസ് ഉണ്ടെങ്കിലേ നമുക്ക് n കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്പർ ഓഫ് എഥിലിൻ ഗ്ലൈക്കോൾ ഈക്വൽ മാസ് ഓഫ് എഥിലിൻ ഗ്ലൈക്കോൾ ബൈ മോളാർ മാസ്. ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എത്ര മോളാണെന്ന് കിട്ടി. അപ്പം എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ മോളാർ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ നമ്പർ ഓഫ് മോൾ കിട്ടി. പിന്നെ മോൾസ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ എത്ര മോൾസാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യണം? ഗിവൺ മാസ്, അതായത് നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. ഗിവൺ മാസ് ബൈ മോളാർ മാസാണ്. മോളാർ മാസ് കണ്ടുപിടിച്ച് എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് 20 ആണെന്ന് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന്
നമുക്ക് കിട്ടി. അതുപോലെ തന്നെ മോളാർ മാസ് കണ്ടും പിടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കമ്പോണൻ്റ് ഏതാ? വെള്ളമാണ്. വെള്ളത്തിൻ്റെ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെ തന്നെ. ഗിവൺ മാസ് തന്നിട്ടുണ്ട് 80 gram ആണെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ബൈ മോളാർ മാസ് എത്ര വെള്ളത്തിൻ്റെ? H2O. മോളാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കാണിക്കാം. H2O അല്ലേ? ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 1 ആണ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് ഇൻറ്റു 2, 2 ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ്റെ 16 ആണ്, 16 ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് 1. അപ്പം 2 + 16 × 1 16 = 18 gram per mole ആണ് എന്താ? വെള്ളത്തിൻ്റെ മോളാർ മാസ്. അപ്പം വെള്ളത്തിൻ്റെ മോളാർ മാസും കണ്ടുപിടിച്ചു. അങ്ങനെ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അങ്ങനെ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് മോൾ കിട്ടി. ഇനി എളുപ്പമാണ്. എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ ആകുമ്പം എങ്ങനെ കണ്ടുപിടിക്കും? എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ ആകുമ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥിലിൻ ഗ്ലൈക്കോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥിലിൻ ഗ്ലൈക്കോളും വെള്ളവും. അങ്ങനെ നമുക്ക് എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ കിട്ടി. എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ഇതുപോലെ തന്നെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചും കണ്ടുപിടിക്കുക. അല്ലാതെ വേറെ എന്താ? Chi1 + Chi2 = 1 അല്ലേ? ആ ഒരു രീതിയിലും കണ്ടുപിടിക്കാം. ഇവിടെ Chi1 ഇപ്പം എഥിലിൻ ഗ്ലൈക്കോളാണ്. അങ്ങനെയാണെങ്കിൽ Chi2 വാട്ടർ ആണെങ്കിൽ Chi2 = 1 - Chi1 എത്രയാണ് കിട്ടിയത്? Chi1 0.68. അപ്പം 1 - 0.68 ചെയ്താൽ Chi2 കിട്ടും. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം മോൾ ഫ്രാക്ഷൻ എളുപ്പമാണ്, മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം? നമ്പർ ഓഫ് മോൾസും മോളാർ മാസും കണ്ടുപിടിക്കാൻ അറിയണം. മോളാർ മാസ് കണ്ടുപിടിക്കാൻ അറിയണമെങ്കിൽ ഫോർമുല അറിഞ്ഞിരിക്കണം. ചിലതിൻ്റെയൊക്കെ ഫോർമുല ക്വസ്റ്റ്യനിൽ തന്നെ തരും, ചിലതിൻ്റെ തരത്തില്ല. ഇപ്പോൾ വാട്ടറിൻ്റെ തന്നിട്ടില്ല, പക്ഷേ വാട്ടറിൻ്റെ നമുക്ക് അറിയണം. എന്താ? വെള്ളത്തിൻ്റെ ഫോർമുല H2 ആണെന്ന് അറിയത്തില്ലേ? അതുപോലെ കുറേ എണ്ണത്തിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തീർക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു.